ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് കാര്യമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോളണ്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോവാണ്. അതായത് എനിക്ക് ഇറഗുലർ പീരീഡ്സും കാര്യങ്ങളായിട്ട് ഞാനെന്നെ കാണിക്കാൻ പോയത്. എനിക്ക് ഭയങ്കര ബോധമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ എത്ര ആവും, എങ്ങനെയാവും, ചിലവ് എത്ര ആവും എന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ തന്നെ ഞാൻ പൈസേൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ ഈ കാണിക്കാൻ മടിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ വന്നിട്ട് എന്താവും എങ്ങനെയാവും എന്നുള്ള ഇങ്ങനെ ആകെ ഇതിലാണ്. അപ്പോൾ പോളണ്ടിൽ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആദ്യം ഗൈനക്കോളജിസ്റ്റിൻ്റെ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത്, ഡോക്ടറെ എത്രയാവും, പൈസ എങ്ങനെയാവുന്നു. അതിൽ എന്നോട് ആദ്യം പറഞ്ഞു, ആക്ച്വലി ഇവിടെ പോളിഷ് സിറ്റിസൺസ് ആയിട്ടുള്ള ഗേൾസിന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പൈസ അല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ സിറ്റിസൺ അല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്ത് ഇത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷുവറായിട്ടും ഒരു 6,000 റുപ്യൻ്റെ അടുത്ത് എന്തായാലും എനിക്ക് കിട്ടും. കാരണം അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ അല്ലാത്ത 2-3 സ്കാനിങ്, പിന്നെ ഒരു 5-6 ബ്ലഡ് ടെസ്റ്റ്, അതൊക്കെ ചെയ്തു. ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റിന് വരെ എനിക്ക് പൈസ ആയിട്ടില്ല. എനിക്ക് ഒന്നിനും പൈസ ആയിട്ടില്ല. എനിക്ക് ഡോക്ടറിനെ കാണിക്കാൻ പോലും എനിക്ക് പൈസ ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, നമുക്ക് ഇവിടെ പോളിഷ് സിറ്റിസൺ ആയിട്ടുള്ള ഗേൾസിനാണെന്നുണ്ടെങ്കിൽ ഒന്നും പൈസ അടക്കണ്ട. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ നാട്ടിലും ഇവിടത്തെ ഉള്ള വ്യത്യാസം. ഞാനൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നേ, ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിലല്ലാണ്ട് വേറെ കൺട്രിയിൽ പോയിട്ട് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചിലവുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബോധമായിരുന്നു. ഒരുപാട് പൈസ ആവില്ല അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, നമ്മളെ നാട്ടിലേക്കാളും ഇവിടെ ചിലവ് കുറവാണെന്നാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പോളണ്ടിൽ ഇവിടെ പോളിഷ് സിറ്റിസൺസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗൈനക്കോളജിസ്റ്റ്, അതായത് ഗേൾസിന് റിലേറ്റഡ് കാര്യങ്ങൾ കാണിക്കാന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ വേണ്ട. പിന്നെ ഇൻഷുറൻസ്, സ്റ്റുഡൻസിന് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടും അതിനും പൈസ വേണ്ട. അപ്പോൾ ആ കാര്യം കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് വന്നത്. ബൈ ഗൈസ്.